ഡിയർ ടെക്നീഷ്യൻസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വോൾട്ടേജ് ആണോ കറണ്ട് ആണോ നമുക്ക് അപകടകരമായിട്ടുള്ളത്, അല്ലെങ്കിൽ ഷോക്ക് ഏൽപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് മരണകാരണമായിട്ടുള്ളത്? എന്താണ് അത്? ഒരുപാട് സംശയങ്ങളുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ. വോൾട്ടേജ് ആണോ കറണ്ട് ആണോ അപകടകാരി, അല്ലെങ്കിൽ നമുക്ക് മരണം സംഭവിക്കുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനിവിടെ പറയാം. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞതുപോലെ നമുക്ക് ഓംസ് ലോയെ കുറിച്ച് അറിയാം. വോൾട്ടേജും കറണ്ടും റെസിസ്റ്റൻസും ഇലക്ട്രിസിറ്റിയുടെ ഒഴിവാക്കാൻ പറ്റാത്ത 3 പ്രധാന ഘടകങ്ങളാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാലും എന്താണ് ഓംസ് ലോ എന്നുള്ള ഞാൻ ഒന്നുകൂടെ ഇവിടെ പറയാം. ഇപ്പം ഇനിയും അറിഞ്ഞൂടാത്തവർക്ക് മനസ്സിലാവണമല്ലോ. അപ്പോൾ ഇനി അത് ആ പഴയ വീഡിയോ കാണാത്തവരാണെങ്കിൽ അവർക്ക് ഒന്നുകൂടെ മനസ്സിലാവട്ടെ. അപ്പോൾ ഞാൻ ഓംസ് ലോ എന്താണെന്നുള്ളത് ഇവിടെ ഒന്നുകൂടെ ഞാൻ പറയാം. ഓംസ് ലോ പ്രസ്താവിക്കുന്നത് എന്തെന്നാൽ, താപനില സ്ഥിരമായിരിക്കുകയാണെങ്കിൽ ഒരു ചാലകത്തിലൂടെയുള്ള കറണ്ടിന്റെ ഫ്ലോ അതിൽ കൊടുക്കുന്ന വോൾട്ടേജിന് നേർ അനുപാതത്തിലും അതിന്റെ റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധകത്തിന് വിപരീത അനുപാതത്തിലും ആയിരിക്കും. ഇക്വേഷൻ ഇതാണ്: I = V/R. ഇവിടെ I എന്ന് പറഞ്ഞാൽ കറണ്ട്, V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ്, R എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ റെസിസ്റ്റൻസ്, ആ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് ആണ്. ഇതാണ് ഓംസ് ലോ. മനസ്സിലായല്ലോ? ഇനി നമുക്ക് മുമ്പോട്ട് പറയാം. അപ്പോൾ ഈ ഒരു I = V/R എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് മറ്റുള്ള രണ്ടും കൂടെ കിട്ടും. I = V/R എന്ന് പറഞ്ഞല്ലോ, അതിൽ നിന്ന് V വോൾട്ടേജ് = കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് IR. R റെസിസ്റ്റൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കറണ്ട്, V/I. വോൾട്ടേജിനെ കറണ്ട് കൊണ്ട് ഭാഗിച്ചാൽ മതി. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ഇനി ക്വസ്റ്റ്യനിലോട്ട് തന്നെ പോകാം. വോൾട്ടേജ് ആണോ കറണ്ട് ആണോ നമ്മളെ കൊല്ലുന്നത്? അതിന്റെ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ടുമാണ് വോൾട്ടേജും ആണ്. കാരണം വോൾട്ടേജ് ആണ് ഈ കറണ്ടിനെ ഫ്ലോ ചെയ്യാൻ കാരണമാകുന്നത്. അപ്പോൾ വോൾട്ടേജ് ഇല്ലെങ്കിൽ കറണ്ട് ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അപ്പോൾ കറണ്ട് എന്താണ് നമ്മൾ പഠിച്ചത്? ഒരു ചാലകത്തിലൂടെയുള്ള ഇലക്ട്രോണുകളുടെ പ്രവാഹത്തിനെയാണ് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഈ വോൾട്ട് ആണ് എന്ത്, അതിനെ ചലിക്കാനായിട്ട് ഒരു പ്രഷർ കൊടുക്കുന്നത് വോൾട്ടേജ് ആണ്. അപ്പോൾ വോൾട്ടേജ് ഇല്ലാതെ കറണ്ടിന് ഒരു കാരണവശാലും അവിടെ നിലനിൽക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ പറ്റില്ല. ഇലക്ട്രോണുകൾക്ക് മൂവ് ചെയ്താൽ മാത്രമല്ലേ കറണ്ടിന്റെ ഒഴുക്കുണ്ടാവുന്നുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ എത്ര വോൾട്ടേജും കറണ്ടുമാണ് നമുക്ക് ഹാർംഫുൾ ആയിട്ടെന്നുള്ളത് ഞാൻ എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ ഇവിടെ പറഞ്ഞുതരാം. ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ 230 വോൾട്ട് AC ഉണ്ട്. നമ്മൾ അതിൽ തൊട്ട് കഴിഞ്ഞാൽ എന്തായാലും ഇലക്ട്രിക് ഷോക്ക് അടിക്കും. അതിന്റെ ഫേസിൽ തൊട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഷോക്ക് അടിക്കും. അപ്പോൾ ഓംസ് ലോ പ്രകാരം അതായത് നമ്മുടെ ശരീരത്തിലൂടെ കറണ്ട് കടന്നു പോകുന്നതുകൊണ്ടാണല്ലോ നമുക്ക് ഷോക്ക് അടിക്കുന്നത്. അപ്പോൾ ഓംസ് ലോ പ്രകാരം I മീൻസ് കറണ്ട് = വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. അപ്പോൾ വോൾട്ടേജ് നമുക്കറിയാം 230 വോൾട്ട് ആണ് അല്ലേ? ഇനി വേണ്ട എന്താണ്? റെസിസ്റ്റൻസ്. എത്ര കറണ്ടാണ് കടന്നു പോയെന്ന് അറിയണമെങ്കിൽ റെസിസ്റ്റൻസ് അറിയണം. അപ്പോൾ റെസിസ്റ്റൻസ് എന്താ? നമ്മുടെ ബോഡി റെസിസ്റ്റൻസ് ആണ്. നോർമലി ഡ്രൈ സ്കിന്നിൽ നമ്മുടെ ബോഡി റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 10,000 മുതൽ 1,00,000 ഓംസ് വരെ കാണും. പക്ഷേ അത് നനഞ്ഞ ബോഡി, അതായത് ഇപ്പോൾ ഹ്യൂമിഡിറ്റി കൂടുതലുള്ള കണ്ടീഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും വിയർക്കുമല്ലോ. ആ നനവ് വരുമ്പോൾ നമ്മുടെ ബോഡിയുടെ റെസിസ്റ്റൻസ് കുറഞ്ഞു വരും. അത് അപ്പോൾ ഈ നനവഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 500 ഓംസ് ടു 1000 ഓംസ് ആയിരിക്കും. അതായത് നമ്മളവിടെ ഒരു ലോഡ് ആയിട്ട് വർക്ക് ആവുകയാണ്. ഇപ്പോൾ വോൾട്ടേജ് കൊടുത്തു, നമ്മളൊരു റെസിസ്റ്റൻസ് ആണ്, അപ്പോൾ അതിലൂടെ ഒരു കറണ്ട് കടന്നു പോയി. അപ്പോൾ അവിടെ എന്ത് പറ്റും? അവിടെ ഒരു പവർ ഉപയോഗിക്കുന്നുണ്ട്. അവിടെ പവർ = വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണല്ലോ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലോഡാണ്, വോൾട്ടേജ് 230 ഉണ്ട്, നമുക്ക് നമ്മുടെ ബോഡിയിൽ എന്താ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ലോഡാണ്, നമ്മൾ ലോഡായിട്ട് വർക്ക് ആവും. അപ്പോൾ അവിടെ എന്തോ ഒരു പവർ യൂസ് ആയി ഇല്ലേ? അതുകൊണ്ടാണ് നമുക്ക് ഷോക്ക് ഏൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 230 വോൾട്ട് കൊടുത്ത് നമുക്കൊരു ഡ്രൈ സ്കിൻ റെസിസ്റ്റൻസ് എടുത്ത് നോക്കാം ഉദാഹരണത്തിന് വേണ്ടി. അപ്പോൾ ഡ്രൈ സ്കിൻ റെസിസ്റ്റൻസ് ഏകദേശം 50,000 ഓംസ് എന്നിട്ട് ഞാൻ ഇവിടെ എടുക്കുകയാണ്. ഞാൻ എൻ്റെ 2 കൈ തമ്മിലുള്ള റെസിസ്റ്റൻസ് നോക്കിയപ്പോഴത്തേക്ക് ഏകദേശം 90,000 ഓംസ് വരുന്നുണ്ട്. എന്നിരുന്നാൽ ഞാൻ അത്രയും എടുക്കുന്നില്ല, ഏകദേശം 50,000 ഓംസ് ഞാൻ അവിടെ എടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഞാനൊരു 230 വോൾട്ടിൽ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ശരീരത്തിൽ എത്ര കറണ്ട് കടന്നു പോകും എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് I = അതായത് കറണ്ട് കടന്നുപോയ കറണ്ട് എത്രയാണ്? കറണ്ട് 230 ഡിവൈഡ് ബൈ ഞാൻ എടുത്തിരിക്കുന്ന എൻ്റെ ബോഡി റെസിസ്റ്റൻസ് എത്രയാണ്? 50,000 ഓംസ് ആണ്. അപ്പോൾ 230 ഡിവൈഡ് ബൈ 50,000. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 0.004 ആംപിയർ ആണെന്നാണ്. അതായത് 4 മില്ലി ആംപിയർ ഈ ഡ്രൈ സ്കിൻ ഉള്ള സമയത്ത് എൻ്റെ ശരീരത്തിൽ ഈ ഒരു കയ്യിൽ കൂടെ കയറി പുറത്തൂടെ വന്നു എന്നുള്ളതാണ് അർത്ഥം. മനസ്സിലായില്ലേ? ഇനി അതൊരു നനവുള്ള കണ്ടീഷനിലാണെങ്കിലോ ഞാനൊരു 500 ഓംസ് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ നനവുള്ള സമയത്താണെങ്കിൽ എൻ്റെ ശരീരത്തിൽ കൂടെ കടന്നു പോകുന്ന കറണ്ട് എത്രയായിരിക്കും? I = 230, വോൾട്ടേജ് മാറുന്നില്ലല്ലോ, 230 ഡിവൈഡ് ബൈ 500 ഓംസ് ഞാൻ അവിടെ എടുക്കുന്നുള്ളൂ. 0.046 ആംപിയർ, അതായത് 46 മില്ലി ആംപിയർ എന്ന് കിട്ടും. മനസ്സിലായില്ലേ? രണ്ടും 230 വോൾട്ട് തന്നെയാണ്, വോൾട്ടേജിന് വ്യത്യാസമൊന്നും വരുന്നില്ല. ഒരെണ്ണം ഡ്രൈ സ്കിൻ ആയിരിക്കുന്ന സമയത്തുള്ള റെസിസ്റ്റൻസും രണ്ടാമത് വെറ്റ് സ്കിൻ ആയിരിക്കുന്ന സമയത്തും ഉള്ള റെസിസ്റ്റൻസ്. നമ്മുടെ ബോഡി റെസിസ്റ്റൻസ് മാറിക്കൊണ്ടിരിക്കുമല്ലോ. വെറ്റ് സ്കിൻ ആണെങ്കിൽ റെസിസ്റ്റൻസ് കുറയും, ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും അല്ലേ? അപ്പോൾ ഇനി എത്ര മില്ലി ആംപിയർ ആണ്, അല്ലെങ്കിൽ എത്ര ആംപിയർ ആണ് നമുക്ക് അപകടകരമായിട്ടുള്ളത്, ഷോക്ക് ഏൽക്കുന്നതും മരണം സംഭവിക്കാവുന്നതായിട്ടുള്ള എത്ര ആംപിയർ ആണെന്നുള്ളത് അതുകൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാനൊരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. കറണ്ടും അതിൻ്റെ റിയാക്ഷനും നമ്മുടെ ബോഡിയിൽ എങ്ങനെയായിരിക്കും. മില്ലി ആംപിയറിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് 1 മില്ലി ആംപിയർ. 1 മില്ലി ആംപിയർ കടന്നു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു വിറയലും ചെറിയൊരു ഫീൽ വരെ ഉള്ളൂ. 1 മില്ലി ആംപിയർ കടന്നു പോയി കഴിഞ്ഞാൽ വലിയ വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. രണ്ടാമത്തെ പോയിന്റ് 5 മില്ലി ആംപിയർ. ഈ 5 മില്ലി ആംപിയർ കടന്നു പോയി കഴിഞ്ഞാൽ ചെറിയൊരു ഷോക്ക് അടിക്കുന്ന നമുക്ക് ഫീൽ ചെയ്യും, ഡിസ്റ്റർബിംഗ് ആയിരിക്കും, പക്ഷേ വേദന ഒന്നും കാണത്തില്ല. നമുക്കതിട്ട് എറിഞ്ഞിട്ട് പോകാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടും. പക്ഷേ ചില സമയത്ത് നമ്മൾ ആ ടൈമും കൂടെ അതിന് ബാധകമാണ്. നമ്മൾ ഒരുപാട് നേരം പിടിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ മസിലുകൾ നമ്മളുടെ കൺട്രോളിലല്ലാതെ തന്നെ മൂവിങ് ആവും, അല്ലെങ്കിൽ അത് ഇറുകി പിടിച്ച് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇഞ്ചുറി കൂടാൻ സാധ്യതയുണ്ട്. എന്നാലും അധികം അങ്ങനെ മരണകാരണമാവാൻ ചാൻസ് ഇല്ല.
അടുത്തത് 6 മുതൽ 30 മില്ലി ആംപിയർ വരെ. 6 മുതൽ 30 മില്ലി ആംപിയർ വരെ കടന്നു പോയി കഴിഞ്ഞാൽ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു നല്ലൊരു ഷോക്ക് നമുക്ക് കിട്ടും. അതുപോലെ മസ്കുലർ കൺട്രോൾ ലോസ്റ്റ് ആവുകയും ചെയ്യും. ഇവിടെ ഈ 6 മുതൽ 30 മില്ലി ആംപിയർ മുതലാണ് ഫ്രീസിങ് കറണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്രീസിങ് കറണ്ട് മീൻസ് നമ്മുടെ മസിലുകളെല്ലാം സ്റ്റക്കായിട്ട് നമുക്ക് സ്വമേധയ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ മസിലെല്ലാം സ്റ്റക്കായിട്ട് നമുക്ക് സ്വമേധയ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഇട്ടെറിഞ്ഞിട്ട് പോകാനും പറ്റത്തില്ല. പുറമേ നിന്നുള്ള ഒരാളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഒന്നുകിൽ നമ്മൾ അധികം നേരം അവിടെ നിന്ന് കഴിഞ്ഞാൽ മരണം സംഭവിക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാർട്ട് നിന്ന് പോകും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇനി 50 മുതൽ 150 മില്ലി ആംസ് വരെ ആണെങ്കിലോ നല്ല ഭയങ്കരമായിട്ടുള്ള വേദനയായിരിക്കും. റെസ്പിറേറ്ററി അറസ്റ്റ്, അതായത് ശ്വാസം നിന്ന് പോകും. പിന്നെ മസ്കുലർ കോൺട്രാക്ഷൻസ് മീൻസ് നമ്മുടെ മസിലുകളൊക്കെ എങ്ങനെ വളയുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ കൈ കൊണ്ടാണ് നമ്മൾ പിടിക്കുന്നത്, നമ്മുടെ കയ്യിലെ മസിലുകളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് താഴോട്ടോ മുകളിലോട്ടൊക്കെ ഇറുവി ഇങ്ങനെ പിടിച്ച് അതിന് തോന്നുന്ന രീതിയിലോട്ടൊക്കെ പോകും. കാരണം നമ്മുടെ തലച്ചോറിൻ്റെ കൺട്രോളിൽ അല്ലാതാവും നമ്മുടെ മസിലുകളുടെ കോൺട്രാക്ഷനും എല്ലാം. അപ്പോൾ ഉറപ്പായിട്ടും അറിയാലോ, ഒരുപാട് നേരം നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മരണം സംഭവിക്കും. അടുത്തത് 1000 മില്ലി ആംപിയർ മുതൽ 4300 മില്ലി ആംപിയർ വരെ. 1000 മില്ലി ആംപിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആംപിയർ. 4300 മില്ലി ആംപിയർ എന്ന് പറഞ്ഞാൽ 4.3 ആംപിയർ. അപ്പോൾ 1 ആംപിയർ മുതൽ 4.3 ആംപിയർ വരെ കടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ. വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഹാർട്ടിന്റെ പമ്പിങ് കറക്റ്റ് ഋതത്തിലല്ലാതായി പോകും. അപ്പോൾ എന്ത് പറ്റും? ഒന്നെങ്കിൽ സ്പീഡ് കൂടി പോകും, അല്ലെങ്കിൽ സ്പീഡ് കുറഞ്ഞു പോകും. ഇപ്പോൾ നമുക്ക് നമ്മുടെ നെർവുകളെല്ലാം ഞരമ്പുകളെല്ലാം ഡാമേജ് ആവും. നമ്മുടെ ഓരോ എല്ലാ അവയവങ്ങൾക്കും കറക്റ്റ് ബ്ലഡ് എത്താതെ ആവും. എന്തായാലും മരണം ഉറപ്പാണ്. മനസ്സിലായില്ലേ? ഇനി 1000 മില്ലി ആംപിയർ. 1000 മില്ലി ആംപിയർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് 10 ആംപിയർ. പിന്നെ ഒന്നും പറയണ്ടല്ലോ. കാർഡിയാക് അറസ്റ്റ് മീൻസ് ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് നിന്ന് പോകും. പിന്നെ നല്ല ഭയങ്കരമായിട്ടുള്ള പൊള്ളൽ വേഗം, മരണം പിന്നെ പറയാൻ വേണ്ടല്ലോ, ഉറപ്പാണ്. 100% മരണം ഉറപ്പാണ്. അപ്പോൾ ഇതിന്റെ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഡ്രൈ സ്കിന്നിൽ ഒരു 230 വോൾട്ട് പവർ സപ്ലൈ നിന്ന് ഷോക്ക് അടിക്കുന്നതും വെറ്റ് സ്കിന്നിൽ, അതായത് നനഞ്ഞിരിക്കുന്ന സ്കിന്നിൽ 50 വോൾട്ടിൽ നിന്ന് കിട്ടുന്ന ഷോക്കും ഏകദേശം ഒരുപോലെ ആയിരിക്കും. ചിലപ്പോൾ അതിൽ കൂടുതലായിരിക്കും. കാരണം എന്താണ്? ഈ വെറ്റ് സ്കിന്നിലാണെന്നുണ്ടെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു 50 വോൾട്ട് എടുത്ത്, അപ്പോൾ വെറ്റ് സ്കിൻ നമ്മളെ ബോഡിയിൽ എന്തായാലും റെസിസ്റ്റൻസ് കുറയുമെന്നറിയാമല്ലോ. അപ്പോൾ 50 വോൾട്ട് ഡിവൈഡ് ബൈ 100 ഓംസ് എത്രയായി? 0.5 ആംപിയർ, അതായത് 50 മില്ലി ആംപിയർ ആയി. ഇനി 230 വോൾട്ട് ഇപ്പോൾ ഡ്രൈ സ്കിൻ എടുക്കുകയാണെങ്കിൽ 230 വോൾട്ട് സമയത്ത് ഏകദേശം ഞാൻ 15000 ഓമേ എടുത്തിട്ടുള്ളൂ. മനസ്സിലായി? അപ്പോൾ 230 വോൾട്ടിന് 15000 ഡിവൈഡ് കഴിഞ്ഞാൽ എത്ര കിട്ടും? 0.015 ആംപിയർ, അതായത് 15 മില്ലി ആംപിയറെ കടന്നു പോകുന്നുള്ളൂ. അപ്പോൾ മനസ്സിലായില്ലേ ശരീരത്തിന്റെ റെസിസ്റ്റൻസ് എങ്ങനെയാണ് ഈ ഒരു നമ്മൾക്ക് കിട്ടുന്ന ഇലക്ട്രിക് ഷോക്കും അല്ലെങ്കിൽ അതിനെ തുടർന്നുള്ള അപകടവും എങ്ങനെയാണ് സംഭവിക്കുന്നത് മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ വോൾട്ടേജും കറണ്ട് മാത്രമല്ല, നമ്മുടെ ബോഡിയുടെ കണ്ടീഷനും കൂടെ അവിടെ ബാധകമാണ്. നനഞ്ഞിരിക്കുന്നതാണോ ഉണങ്ങിയ ബോഡിയാണോ അതും കൂടെ അവിടെ ബാധകമാണ്. ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ ടെക്നീഷ്യന്മാർക്കും ഇത് അറിഞ്ഞുകൂടാതിരുന്ന ടെക്നീഷ്യന്മാർക്കും ഇനി ടെക്നീഷ്യൻ ആവാൻ പോകുന്നവർക്കും പഠിക്കുന്നവർക്കും ഉപകാരപ്രദമാകും എന്നാണ് എൻ്റെ വിചാരം. എന്തായാലും കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ. മറ്റുള്ളവർക്കൂടെ അറിയാൻ വേണ്ടിയിട്ട് ഷെയറിങ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്താലേ അടുത്ത വീഡിയോസ് ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടണോടെ ക്ലിക്ക് ചെയ്തിരിക്കണം. എങ്കിലേ എല്ലാ നോട്ടിഫിക്കേഷൻസും ഞാൻ അടുത്ത വീഡിയോ ഇടുന്നത് കിട്ടുള്ളൂ. അപ്പോൾ ഓക്കെ, താങ്ക്സ്.